അപർണ, ഒരു താരപ്പകിട്ടുള്ള വിവാഹത്തിനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഇതിനോടകം തന്നെ താലികെട്ട് നടക്കുന്ന ഗുരുവായൂർ ക്ഷേത്ര മണ്ഡപത്തിലേക്ക് ഇതിനോടകം തന്നെ പ്രധാനപ്പെട്ട താരങ്ങൾ നീങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, ദിലീപ് ഉൾപ്പെടെയുള്ള താരങ്ങളും അവർ കുടുംബസമേതമാണ് എത്തിയിരിക്കുന്നത്. അവരെല്ലാം തന്നെ പോയി കഴിഞ്ഞു. പ്രധാനമന്ത്രി എത്തുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അവർ അവിടെ എത്തേണ്ടതുള്ളതുകൊണ്ടാണ് നേരത്തെ തന്നെ പുറപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ ഭാവി മരുമകൻ ശ്രേയസ്, അദ്ദേഹവും ഇവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കല്യാണ പെണ്ണ് ഭാഗ്യ ഇവിടെ നിന്ന് ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. താരനിബിഡമാണ് ഇവിടെ. ബാക്കിയുള്ള താരങ്ങൾ, ഈ പ്രധാനപ്പെട്ട താരങ്ങൾ ഏതാണ്ട് 30ഓളം പേർക്ക് മാത്രമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുക. SPGയുടെ സുരക്ഷ മൂലമാണ് ഇത്രയും കുറച്ചു പേർക്ക് മാത്രം സന്നിഹിതരാകാൻ സാധിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള താരങ്ങളെല്ലാം തന്നെ ഇവിടെ ഈ കൺവെൻഷൻ സെന്ററിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ താരവിവാഹമാണ് നടക്കുന്നത്. പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി ഈ ചടങ്ങിന്റെ, ഈ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം എന്നത് ഒരു ചെറിയ കാര്യം എന്നതിനപ്പുറം മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കൂടെ വളർന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം BJPയുടെ നിയുക്ത സ്ഥാനാർത്ഥി കൂടിയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ചുവരെഴുത്തുകൾ തൃശൂർ ജില്ലയിലെ പലയിടങ്ങളിലും തുടങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് പ്രധാനമന്ത്രി ഒരു മാസത്തിനിടെ 2ാം തവണയാണ് എത്തുന്നത് തൃശൂരിൽ എന്ന് പറയുമ്പോൾ തൃശൂരിന് അദ്ദേഹം, അതും BJPയും നൽകുന്ന പ്രാധാന്യം കൂടെ എടുത്തു പറയേണ്ടതുണ്ട്. ഒപ്പം തന്നെ തൃശൂരിലെ 2 ക്ഷേത്രങ്ങളിലാണ് അദ്ദേഹം മുഖ്യമായും സന്ദർശിക്കുന്നത്. ഒന്ന് ഗുരുവായൂർ, ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ശ്രീരാമക്ഷേത്രമായ തൃപ്രയാറിലും അദ്ദേഹം എത്തുന്നു. അയോധ്യയുടെ ചടങ്ങുകൾ 22-ന് ഉദ്ഘാടന ചടങ്ങ് നടക്കാനിരിക്കെ മറ്റൊരു ശ്രീരാമക്ഷേത്രത്തിലേക്ക് മോദി എത്തുന്നു എന്നൊരു പ്രാധാന്യം കൂടിയുണ്ട്. ഒപ്പം 1 മണിക്കൂർ നേരമാണ് തൃപ്രയാറിലെ ക്ഷേത്രത്തിൽ അദ്ദേഹം ചെലവിടുക. തീർച്ചയായും മറ്റെന്തെങ്കിലും പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടോ എന്നത് നമുക്ക് മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നരേന്ദ്രമോദിയുടെ 2ാമത്തെ കേരളത്തിലേക്കുള്ള സന്ദർശനം ചെറുതായി കാണാൻ സാധിക്കുകയില്ല. ഒപ്പം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം എന്നത് ഒരു ചെറിയ സ്വകാര്യ ചടങ്ങ് മാത്രമായി കാണാൻ സാധിക്കുകയില്ല. വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടെ ഈ ചടങ്ങിനുണ്ട്. ഒപ്പം നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദി താലികെട്ട് ചടങ്ങിൽ, ക്ഷേത്രത്തിലെ താലികെട്ട് ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ തന്നെ സുരേഷ് ഗോപി ഈ സിനിമാ മേഖലയിലെ പ്രമുഖരായ താരങ്ങളെ കൂടെ അവിടെ അണിനിരത്തുന്നു. ആ മുഖ്യമായ ആളുകൾക്ക് 30 പേർക്കാണ് അനുമതിയുള്ളത്. അതിൽ പ്രധാനപ്പെട്ട താരങ്ങൾ കൂടെ അണിനിരത്തുന്നു എന്നൊരു പ്രത്യേകത. ദീർഘകാലമായി അമ്മയുമായി വേർപെട്ട് കഴിയുകയായിരുന്ന സുരേഷ് ഗോപി അടുത്തിടെയാണ് തന്റെ അമ്മയുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തുന്നതും മറ്റ് താരങ്ങളുമായി ഏറ്റവും അടുപ്പം സൂക്ഷിക്കുകയും ചെയ്തിരുന്നത്. വലിയ തോതിലുള്ള വിമർശനങ്ങളും മറ്റും അദ്ദേഹം ആദ്യഘട്ടങ്ങളിൽ ഈ അമ്മയുമായി അദ്ദേഹവുമായി വലിയ തോതിലുള്ള ഭിന്നതകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ മാറ്റുന്നു എന്നുകൂടെ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. ഒപ്പം മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, ഷാജി കൈലാസ്, അതായത് സുരേഷ് ഗോപിയുടെ നിരവധി ചിത്രങ്ങളെ സംവിധായകനായ ഷാജി കൈലാസ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു. ക്ഷേത്രത്തിൽ 5 മണ്ഡപങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ മണ്ഡപത്തിലാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുക. അനുബന്ധമായി മറ്റ് വിവാഹങ്ങളും മറ്റ് മണ്ഡപങ്ങളിൽ നടക്കും എന്നാണ് ദേവസ്വം അറിയിച്ചിരിക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ വിവാഹങ്ങൾ മാറ്റിവെച്ചിരുന്നു എന്ന് വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ ദേവസ്വം അധികൃതർ നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വിവാഹ സമയങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു. അതിനുശേഷം 30ഓളം നവദമ്പതിമാരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുഗ്രഹിക്കുന്ന ഒരു ചടങ്ങ് കൂടെ അവിടെ ഉണ്ടാകും എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ അതിന് SPGയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ മൂലം അനുമതിയില്ല എന്നൊരു വിവരവും ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്റർ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, അദ്ദേഹം ഹെലിപ്പാഡിൽ ഇറങ്ങിയ ശേഷം റോഡ് മാർഗമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുക. നേരത്തെ തന്നെ അകമ്പടി ഹെലികോപ്റ്ററുകൾ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിന് നടുവിലാണ് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങുക. പ്രവർത്തകരുടെ വലിയ തിരക്ക് ചുറ്റുവട്ടത്തുമുണ്ട്. ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടവും BJP നേതാക്കളും പ്രധാനമന്ത്രിക്ക് സ്വീകരണം നൽകുകയും ചെയ്യും. ഇന്ന് നടന്നിട്ടുള്ള
ഗുരുവായൂരിൽ അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി ഹെലിപാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയതിനു ശേഷം റോഡ് മാർഗം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തും. ഗുരുവായൂർ അദ്ദേഹം ക്ഷേത്ര ദർശനവും നടത്തും. അതിനുശേഷമാണ് അദ്ദേഹം തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് പോവുക. ഏതായാലും വലിയ സുരക്ഷയാണ് ഗുരുവായൂർ ക്ഷേത്ര പരിസരവുമായി ചുറ്റുവട്ടത്തും ഏർപ്പെടുത്തിയിരിക്കുന്നത്. 3000-ഓളം പോലീസുകാരെ സുരക്ഷാ നടപടികൾക്കായി വിനിയോഗിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി അല്പസമയത്തിനുള്ളിൽ ഹെലിപാഡിലേക്ക് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ എത്തുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് 3ാമത്തെ തവണയാണ് ഗുരുവായൂർ സന്ദർശനം നടത്തുന്നത്. അദ്ദേഹം